എന്നാലും എനിക്ക് നല്ല 8ൻ്റെ പണി ഹൈറൂട്ടി തന്നിട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഒരു സോപ്പ് കഷ്ണം എടുത്ത് മൂക്കിനകത്ത് ആശാത്തി വെച്ചിട്ടിരിക്കുകയാണ്. ഞാനിത് അറിഞ്ഞില്ല. ആൾ മുഖം കഴുകിയിട്ട് തിരിച്ചേറി വന്നപ്പോഴത്തേക്കും ഞാൻ വെച്ച് മൂക്കിനകത്ത് നമുക്കിങ്ങനെ മൂക്കിനകത്ത് പതാകുമ്പോൾ ഭയങ്കര വേദനയല്ലേ. അപ്പോൾ ഇവൾ കരച്ചിലിങ്ങനെ നിർത്തണില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞ് മൂക്കിനകം നോക്കിയപ്പോഴത്തേക്കും ഒരു കഷ്ണം സോപ്പ് മൂക്കിനകത്ത്. പിന്നെ എനിക്കൊന്നും മനസ്സിലാവില്ല. എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനാണ്, പെട്ടെന്നുള്ള ഒരു ഇതാണ്. ഞാൻ അങ്ങനെ അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞാൽ അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തായാലും കുഞ്ഞുമക്കളെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നും നമുക്ക് അമ്മമാർക്കായിരിക്കും പരാതി. എനിക്കതുപോലെ ഇഷ്ടംപോലെ പരാതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ഒരു നന്മയും നമ്മളെ മക്കളെ ഇത്രയും നാൾ നമ്മൾ വളർത്തിയെന്നൊന്നും ആരും നല്ലത് പറയില്ല. നമ്മളെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു തെറ്റ് വന്നാൽ എല്ലാവരും നമ്മളെ കുറ്റപ്പെടുത്തുകയേ ചെയ്യുള്ളൂ. അത് അമ്മമാർക്ക് കേൾക്കേണ്ട. എൻ്റെ അമ്മയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ എന്നാലും നമുക്കൊരു വിഷമം. അമ്മ മാത്രമല്ല പലരും പറയും. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും എന്നെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറ്റില്ല. കാരണം വെച്ചാൽ അവർക്കറിയാം ഞാൻ എൻ്റെ മക്കളെ എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ളത്. എല്ലാവരും മനസ്സിലാക്കുക. നമ്മൾ ഒരിക്കലും നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾക്കൊന്നും വരാൻ നമ്മൾ ആഗ്രഹിക്കില്ല. ഒരിക്കലും അതുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കില്ല. എന്തായാലും മക്കളെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നോക്കിക്കോളുക.